എന്റെ മോനെ. അച്ഛൻ തനിച്ചേ ഉള്ളൂ? അത്രേ ഉള്ളൂ. എങ്ങനെ ഇരിക്കുന്നു മോനെ? ഭയപ്പെടാനൊന്നുമില്ല. കുറച്ച് ദിവസം ഇങ്ങനെ കിടക്കേണ്ടി വരും, അത്രേ ഉള്ളൂ. കരയാതെ മോളെ, കരയാതെ. രാധേ, ഞാനല്ലേ നിന്നോട് പറഞ്ഞ് ഭയപ്പെടാനൊന്നുമില്ലാന്ന്? ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നവരെ ഞങ്ങളെ ഒന്നും അറിയിക്കാതിരുന്നെന്താ? എല്ലാം പെട്ടെന്നാണ് സംഭവിച്ചത്. അതുകൊണ്ട് ആരെയും അറിയിക്കാൻ കഴിഞ്ഞില്ല. പേരം എന്താണ് അച്ഛാ പറയാതിരുന്നത്? പേരമ്മ വരും മോളെ. അച്ഛൻ അവിടെ ചെന്നിട്ട് ഉടനെ ഇങ്ങോട്ട് പറഞ്ഞേക്കാം. ഈ ദേവിയുടെ വീട്ടിൽ നിന്ന് ആരും വന്നിട്ടില്ലേ? അമ്മ വന്നിട്ടുണ്ട്. എന്നിട്ട് എവിടെ? ഇതുവരെ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ ക്വാർട്ടേഴ്സിലോട്ട് പോയതേ ഉള്ളൂ. അവരെ എനിക്കൊന്ന് കാണണം. വഴക്ക് കൂടാനാണെങ്കിൽ അച്ഛൻ അവരെ കാണണമെന്നില്ല. മനുഷ്യരായാൽ ഓരോ വിധ രോഗങ്ങളുണ്ടാകും. അത് ചികിത്സിച്ചാൽ ഭേദമാവുകയും ചെയ്യും. അതിന് വഴക്ക് കൂടണമെന്നുണ്ടോ? എങ്കിലും എന്റെ പാർവതിയമ്മേ, വിവാഹത്തിന് മുമ്പ് ഈ കാര്യം ഒന്ന് സൂചിപ്പിക്കെങ്കിലും ചെയ്യാമായിരുന്നല്ലോ. എങ്കിൽ നിങ്ങൾ ഈ വിവാഹത്തിന് സമ്മതിക്കുമായിരുന്നു. എന്റെ മകന് ഒരു കല്യാണം വേണ്ടേ? അതിന് എന്റെ മകളെ തന്നെ ഹോമിക്കണമെന്നുണ്ടായിരുന്നു. ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം? ഏതായാലും രവിക്ക് ഈ സൂക്കേട് ഇനിമേലും ഉണ്ടാവുകയില്ലെന്ന് രാജൻ പറഞ്ഞു. അത് തന്നെ വലിയൊരു ഭാഗ്യം. ഒരായുസ് മുഴുവൻ ഒരാളിനെ ദൈവം കണ്ണീര് കുടിപ്പിക്കുമോ? എന്റെ മോനെ ദൈവം രക്ഷിക്കും. ഞാൻ ഒന്നുകൂടെ ആശുപത്രി ചെന്നിട്ട് ഇന്ന് തന്നെ തിരിച്ചു പോകും കേട്ടോ. ഇന്ന് തന്നെ പോകുന്നു? ഞാൻ അവിടെ ചെന്ന് വിവരം ധരിപ്പിച്ചില്ലെങ്കിൽ ചേച്ചി ഓടി ഇങ്ങോട്ട് പുറപ്പെടും. ഞാൻ പോയിട്ട് വരാം. എന്നാ പിന്നെ നേരം കളയണ്ട. അതെ, രവിക്ക് കുഴപ്പമൊന്നും വരില്ലെന്നാണ് രാജൻ എന്നോടും പറഞ്ഞത്. ആ മനസ്സുറപ്പോട് കൂടിയിട്ടാണ് ഞാനും ഇന്ന് തന്നെ പുറപ്പെടാമെന്ന് വെച്ചത്.